ചുറ്റും കനത്ത കാട്, അവയിൽ പരന്നൊഴുകുന്ന കൊഴുത്ത ഇരുട്ട്. അതിനുള്ളിൽ ധാരാളം ജീവികൾ, ഉപദ്രവകാരികളും അല്ലാത്തതുമായ മൃഗങ്ങൾ, അവയ്ക്കൊപ്പം അതിനെ അതിജീവിക്കുവാൻ കഷ്ടപ്പെടുന്ന മനുഷ്യജീവിയും. ആയിരം ആണ്ടുകൾക്ക് മുമ്പാണ് മനുഷ്യൻ അതിജീവനത്തിൻ്റെ പാത കടന്നു വന്ന ആ കാലം. അക്കാലത്ത് നിർഭയമായി അവന് തലചായ്ക്കുവാൻ ഒരിടം, ഒത്തുചേരുവാൻ ഒരിടം അവൻ കണ്ടെത്തിയത് നമ്മുടെ കേരളത്തിലുമുണ്ട്. ഇന്നും നമ്മുടെ മുമ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഇടയ്ക്കൽ ഗുഹ. വയനാട് ജില്ലയിലാണ് ഈ ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് എത്തിച്ചേരുവാൻ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ താഴെ മാത്രം ബസ് മാർഗത്തിലോ മറ്റു വാഹനങ്ങളിലോ നമുക്ക് എത്തിച്ചേരാം. തീവണ്ടി ആണെങ്കിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 98 കിലോമീറ്റർ നമുക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഒരു 110 കിലോമീറ്ററോളം ഇവിടേക്ക് എത്തിച്ചേരുവാൻ യാത്ര ചെയ്യണം. സമുദ്രനിരപ്പിൽ നിന്നും 1200 അടിയോളം ഉയരത്തിലാണ് ഈ ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇത് അമ്പുകുത്തി മലയുടെ മുകളിലാണുള്ളത്, ഏറ്റവും മുകളിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പുകുത്തി മലയുടെ താഴെയാണ്. ഇവിടെ നിന്ന് നമ്മൾ 1 കിലോമീറ്ററോളം മുന്നോട്ട് നടക്കേണ്ടതുണ്ട്, മുകളിലേക്ക് കയറേണ്ടതുണ്ട്. ഒരു ട്രക്കിംഗ് അനുഭവമാണ് നമുക്കിത് പ്രദാനം ചെയ്യുന്നത്. 1 മണിക്കൂറോളം മലകയറ്റമാണ്. ദാഹിച്ചാൽ വെള്ളമൊക്കെ ധാരാളമായിട്ട് ലഭിക്കും. പാതയ്ക്ക് ഇരുവശത്തും ധാരാളം കടകളുണ്ട്. അത് മാത്രമല്ല, ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്ന കടകൾ മാത്രമല്ല, കരകൗശല വസ്തുക്കൾ നിരവധിയായിട്ട് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിനോദോപാധികളായിട്ടുള്ള ധാരാളം പ്രവൃത്തികളും ഇവിടെയുണ്ട്. ഈ കടകളിലൊക്കെ കയറിയും കാഴ്ചകളുമൊക്കെ കണ്ട് നമുക്ക് മുകളിലേക്ക് പോകാം. ഞാൻ പറഞ്ഞത് കേട്ടോണ്ടോ? മലകയറ്റത്തിനിടയിൽ ധാരാളം കുരങ്ങന്മാരെ കാണാൻ കഴിയും. പ്രധാനമായിട്ടും യാത്രക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവരെ ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവരുന്നത്. മലകയറ്റം ഒരു ഘട്ടം അവസാനിക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുൻപിലാണ്. ഇവിടെ നിന്ന് നമുക്കിനി അങ്ങോട്ട് വെള്ളമോ മറ്റോ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അനുമതിയോടുകൂടി മാത്രമേ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇവിടെ നിന്നും പാസ് എടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം. ഒരു വള്ളിക്കുടിലിനുള്ളിലൂടെ വേണം അകത്തേക്ക് പ്രവേശിക്കുവാൻ. ഇവിടെ നിന്ന് ഏകദേശം 300 പടികൾ ചവിട്ടി മുകളിലേക്ക് നമ്മൾ കയറണം. തീർച്ചയായിട്ടും അതൊരു അവിസ്മരണീയ യാത്ര തന്നെയാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 1000 ആണ്ടുകൾക്ക് മുമ്പ് മറ്റേതൊരു ജീവിയെയും പോലെ മനുഷ്യനും അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന കാലം. മറ്റ് ജീവികളെ അപേക്ഷിച്ച് ദുർബലനായ മനുഷ്യൻ അവ വേട്ടയാടി പിടിച്ച് ഭക്ഷിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ അത് തിന്നും സീസണിൽ ലഭിക്കുന്ന കായ്കനികൾ സമൃദ്ധമായി കഴിച്ചും അവൻ്റെ വിശപ്പടക്കിയിരുന്നൊരു കാലം. ഇന്നു കാണുന്ന ആധുനിക മനുഷ്യനിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത് ആയുധങ്ങളുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനുഷ്യ ചരിത്രത്തെ രണ്ടായി തിരിക്കുന്നു. അത് ശിലായുഗമെന്നും ലോഹയുഗമെന്നും അറിയപ്പെടുന്നു. അതിൽ ശിലായുഗത്തെ തന്നെ 3ആയി തിരിക്കുന്നു: പ്രാചീന ശിലായുഗമെന്നും മധ്യശിലായുഗമെന്നും നവീന ശിലായുഗമെന്നും. അതിൽ ഈ മധ്യശിലായുഗത്തിൻ്റെ അവസാനത്തോടു കൂടിയും നവീന ശിലായുഗത്തിൻ്റെ ആരംഭത്തോടു കൂടിയുമൊക്കെ തന്നെ ഈ ഇടയ്ക്കൽ ഗുഹയിൽ മനുഷ്യൻ വാസമുറപ്പിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പാറക്കെട്ടുകൾക്കിടയിലും പന്തലിച്ചു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ സൂര്യവെളിച്ചം നൂൽവല നെയ്യുന്നത് നമുക്കിവിടെ നിന്ന് കാണാം. അങ്ങു താഴെ ആധുനിക മനുഷ്യരായ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ഗ്രാമങ്ങളും പട്ടണങ്ങളുമൊക്കെ നമുക്കിവിടെ നിന്ന് കാണാം. വളരെ മനോഹരമായ കാഴ്ച തന്നെ. ഈ അമ്പുകുത്തി മലയിൽ 2 ഗുഹകളാണുള്ളത്. ഗുഹകൾ എന്ന് പറയാൻ കഴിയില്ല. ഇത് പ്രകൃതിദത്തമായി ഉണ്ടായിരിക്കുന്ന ഗുഹകളോ മനുഷ്യൻ നിർമ്മിച്ച ഗുഹകളോ അല്ല. 2 മലകൾക്കിടയിൽ കല്ല് വന്ന് രൂപപ്പെട്ടിരിക്കുന്ന ഗുഹ പോലെയുള്ള ഒരു പ്രദേശമാണിത്.
അതിൽ ചെറിയ ഗുഹയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ നിന്നും മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് വലിയ 100-ലധികം ആളുകൾക്ക് പാർക്കാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഏതോ കാലത്ത് വേർപിരിഞ്ഞ കൂറ്റൻ പാറക്കല്ലുകൾ കൊണ്ട് സമൃദ്ധമാണ് ഈ അമ്പുകുത്തി മല. അതിൻ്റെ ഇടയിലൂടെ നൂണ്ടിറങ്ങിയും നൂണ്ട് കയറിയുമാണ് നമ്മൾ യാത്ര നടത്തുന്നത്. അല്പം ആയാസകരമായ ഒരു യാത്രയാണെങ്കിൽ പോലും ഭയങ്കര രസകരമായ ഒരു യാത്രയാണിത്. നമുക്ക് ഇടയ്ക്ക് വിശ്രമിക്കുവാനൊക്കെ ആവശ്യത്തിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടിയാണ് ഈ യാത്ര നടത്തിയത്. ഈ പടികളും കൈവരികളുമൊക്കെ സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി നിർമ്മിച്ചിരിക്കുന്നതാണ്. അതുള്ളതുകൊണ്ട് തന്നെ സുരക്ഷിതമായി നമുക്ക് ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ ഇടയ്ക്കൽ ഗുഹ ആധുനിക മനുഷ്യൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് 1900-കളിലാണ്. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന മലബാറിലെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡ് ഫോസറ്റ്, ഇദ്ദേഹം നായാട്ടിനായിട്ട് ഈ പ്രദേശത്തൂടെ വന്നപ്പോൾ ഒരു കൽമഴു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പുരാവസ്തു ഗവേഷണത്തിൽ തൽപരനായിരുന്ന ഫോസറ്റ് പിന്നീട് പ്രദേശവാസികളുമായി നടത്തിയ കൂടുതൽ അന്വേഷണത്തിൽ ഈ ഇടയ്ക്കൽ ഗുഹ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം നിരവധി പഠനങ്ങൾ ഈ ഗുഹയുമായി ബന്ധപ്പെട്ട് നടക്കുകയും ഇപ്പോൾ നടന്നുകൊണ്ടുമിരിക്കുന്നു. ധാരാളം ചിഹ്നങ്ങളും അടയാളങ്ങളുമൊക്കെ ഈ ഗുഹയ്ക്കുള്ളിൽ പഴയകാല മനുഷ്യർ കോറിയിട്ടിട്ടുണ്ട്. അതെല്ലാം വായിച്ചെടുക്കുവാനുള്ള ശ്രമം ഇപ്പോഴും പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. മുമ്പ് സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ മധ്യശിലായുഗത്തിൻ്റെ അവസാന കാലഘട്ടം മുതൽ നവീന ശിലായുഗത്തിലും തുടർന്നങ്ങോട്ടുമൊക്കെ തന്നെ ഈ ഗുഹയ്ക്കുള്ളിൽ മനുഷ്യവാസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പുകുത്തി മലയുടെ മുകളിലെത്തി. അതിനിടയിൽ കാണുന്ന ആ ഇടമാണ് ഇടയ്ക്കൽ ഗുഹ. 96 അടി നീളവും 22 അടി വീതിയും 30 അടിയോളം ഉയരവുമാണ് ഈ ഇടയ്ക്കൽ ഗുഹയ്ക്കുള്ളത്. 2 വലിയ പാറക്കെട്ടുകൾക്കിടയിലേക്ക് മറ്റൊരു കൂറ്റൻ പാറക്കല്ല് വന്ന് നിൽക്കുന്നതാണ്, അതിനിടയിൽ വന്ന് നിൽക്കുന്നതാണ് ഈ ഇടയ്ക്കൽ ഗുഹ അല്ലെങ്കിൽ എടയ്ക്കൽ ഗുഹ. ഈ ഗുഹയ്ക്കുള്ളിൽ ധാരാളം ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആദിമ മനുഷ്യൻ വാസമുറപ്പിച്ചിരുന്ന ഇടങ്ങളിലെല്ലാം ഈ ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലായിട്ട് ഇത്തരം ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതേപോലത്തെ ചിത്രങ്ങളല്ല, പലതരത്തിലുള്ള ചിത്രങ്ങൾ. പലപ്പോഴും അത് അവരുടെ ആശയവിനിമയത്തിൻ്റെ, ഭാഷയൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്നതായും ചരിത്രകാരന്മാർ കണക്കാക്കുന്നുണ്ട്. ഇവിടെ മൃഗങ്ങൾ, മനുഷ്യർ, ആയുധങ്ങളുടെ രൂപങ്ങൾ, ത്രികോണങ്ങൾ, ചതുരങ്ങൾ, നക്ഷത്രങ്ങൾ, മാന്, അങ്ങനെ പല തരത്തിലുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാം. ഗോത്ര രാജാവിൻ്റെയും രാജ്ഞിയുടെയും ചക്രവണ്ടിയുടെയും പിന്നെ ചില നവീനമായ ചില ലിപികൾ വരെയുണ്ട്. ഇത് പല കാലഘട്ടങ്ങളിലായി ഇവിടെ വരയ്ക്കപ്പെട്ടതാണ്, കോറിയിടപ്പെട്ടതാണ് എന്ന് കരുതുന്നു. ഈ ഗുഹയ്ക്കുള്ളിലെ ചിത്രങ്ങൾ പൂർണ്ണ വ്യക്തതയോടുകൂടി കാണണമെങ്കിൽ പന്തം കത്തിച്ച് പിടിച്ച് നോക്കണം. അതിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാലാണ് കാണാൻ കഴിയുക എന്ന് പറയുന്നു. വലുതും കൃത്യതയാർന്നതുമായ ആയുധങ്ങളൊന്നും കൈവശമുണ്ടാകാതിരുന്ന മനുഷ്യൻ ആ കാലത്ത് മറ്റു ജീവികളിൽ നിന്ന് രക്ഷ തേടുവാൻ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രം ഒളിച്ചിരിക്കൽ തന്നെയായിരുന്നു. പ്രധാനമായിട്ടും ആദിമ മനുഷ്യൻ ഈ ഗുഹയെ ഉപയോഗപ്പെടുത്തിയിരുന്നത് മറ്റു ജീവികളിൽ നിന്ന് രക്ഷ നേടാനാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അതുകൊണ്ട് തന്നെ കേവലമായ കാഴ്ചകൾക്കപ്പുറം മനുഷ്യകുലത്തിന് തീർത്താൽ തീരാത്ത കടപ്പാടുള്ള ഇടം കൂടിയാണ് ഇടയ്ക്കൽ ഗുഹ. ഒളിച്ചിരുന്ന് രക്ഷപ്പെട്ടും കയ്യിൽ കിട്ടിയ കല്ലുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിച്ച് എതിരിട്ടും മനുഷ്യൻ അവൻ്റെ ജീവൻ സംരക്ഷിച്ചു നിർത്തിയതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ മനുഷ്യരും. അത് മനുഷ്യൻ മറന്നുപോയത് കൊണ്ടാകാം,
മറന്നുപോയത് കൊണ്ട് തന്നെയാണ് ഗോത്രത്തിൻ്റെ പേരിലും ഭാഷയുടെ പേരിലും ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും നാടിൻ്റെയും പേരിലും മനുഷ്യൻ പരസ്പരം പടവെട്ടുന്നത്. ഇന്നത്തേക്ക് നമുക്ക് ഇടയ്ക്കൽ ഗുഹയോട് യാത്ര പറയാം. കഥകളും കാഴ്ചകളും അവസാനിക്കുന്നില്ല. എല്ലാ കൂട്ടുകാർക്കും വൈറ്റ് പേപ്പറിലേക്ക് സ്വാഗതം.